വെറുതെ ഒരു സിനിമ എടുത്തങ്ങ് അയച്ചാൽ ഓസ്കാർ ഒന്നും കിട്ടില്ല. ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. 2026 ഓസ്കർ അവാർഡ് മലയാളിയായ നമുക്കെല്ലാവർക്കും അഭിമാനിക്കുവാനുള്ള ഒരു കാര്യമുണ്ട്. ബ്രഹ്മയുഗം ഓസ്കാർ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാൻ പോകുന്ന ആദ്യത്തെ മലയാള സിനിമ. നിനക്ക് 2 തവണ വിധി പണയം വെച്ച് കളി. ഇന്ന് തൊട്ട് ഇനിയുള്ള 5 ദിവസത്തേക്ക് ഓസ്കാർ വേദികളിലേക്ക് സിനിമയെത്തുന്ന രീതി, അതിൻ്റെ കടമ്പകൾ, ഓസ്കാർ അവാർഡ്, പിന്നെ ഇന്ത്യയിൽ നിന്ന് പോകുന്ന 3 സിനിമകൾ, ഇവയൊക്കെ കുറിച്ചിട്ട് നമ്മൾ നാളെ മുതൽ 5 ദിവസത്തേക്ക് വൈകുന്നേരം 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യും. കാണാൻ മറക്കരുത്. ആദ്യം തന്നെ പറയട്ടെ മിനി, ഇതൊരു ചെറിയ കടമ്പയല്ല ഈ ഓസ്കാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതൊരു ചെറിയ അവാർഡ് ദാന ചടങ്ങുമല്ല. ഇത് സംഘടിപ്പിക്കുന്നത് അക്കാദമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആർട്സ് ആൻഡ് സയൻസ് എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. അതുപോലെ തന്നെ ഈ സംഘടനയിൽ ലോകമെമ്പാടുമുള്ള ഏകദേശം 10,000 സിനിമാ പ്രഗത്ഭര് അംഗങ്ങളായിട്ടുണ്ട്. ഇവിടെയാണ് ഇതിന്റെ ആധികാരികത. അഭിനയം, സംവിധാനം, എഡിറ്റിംഗ് എന്നീ സിനിമയിലെ പല മേഖലയിലുള്ള വിദഗ്ധർ ചേർന്നിട്ടാണ് ഇത് തീരുമാനിക്കുന്നത്. ഓസ്കാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയാണ് ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം എന്ന് പറയുന്നത്. ഈ കാറ്റഗറിയിലേക്ക് ഓരോ രാജ്യത്തിനും ഒരു സിനിമ അവരുടെ ഔദ്യോഗിക എൻട്രി ആയിട്ട് അയക്കുവാൻ സാധിക്കും. ഇന്ത്യയിൽ ഇതെങ്ങനെ തിരഞ്ഞെടുക്കുന്നതെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യ FFI ഒരു പ്രത്യേക ജൂറി കമ്മിറ്റിയെ വെക്കും. ഈ ജൂറി കമ്മിറ്റി എല്ലാ ഭാഷകളിൽ നിന്നും ഏറ്റവും മികച്ച ഒരു സിനിമയെ തിരഞ്ഞെടുക്കും. അങ്ങനെ ഈ പ്രാവശ്യം തിരഞ്ഞെടുത്ത സിനിമയാണ് നീരജ് ഗൈവാന്റെ ഹോം ബോണ്ട് എന്ന സിനിമ. ഈ സിനിമയാണ് ഇത്തവണ ഓസ്കാറിലേക്ക് ഔദ്യോഗികമായിട്ട് ഇന്ത്യയിൽ നിന്നും പോകുന്നത്. ലോകമെമ്പാടുമുള്ള 90 മുതൽ 100 രാജ്യങ്ങൾ അവരുടെ സിനിമകൾ അയക്കും. ഈ സിനിമകളിൽ നിന്നും വോട്ടെടുപ്പിലൂടെ ഒരു 15 സിനിമകളെ തിരഞ്ഞെടുക്കും. ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുന്ന 15 സിനിമകളെ ആണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത്. ഈ 15 സിനിമകളിൽ നിന്ന് വീണ്ടും വോട്ടെടുപ്പ് നടക്കും. എന്നിട്ട് ഒരു ഏറ്റവും മികച്ച ഒരു 5 എണ്ണത്തിനെ തിരഞ്ഞെടുക്കും. ഇതാണ് നാം കാണുന്ന നോമിനേഷൻ പട്ടിക. ഒരു സിനിമ ഈ ഓസ്കാർ ജൂറിക്ക് മുന്നിൽ എത്തണമെന്നുണ്ടെങ്കിൽ അവിടെ കർശനമായിട്ടുള്ള ചില നിബന്ധനകളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സിനിമ ലോസ് ഏഞ്ചൽസിലെ ഏതെങ്കിലും ഒരു തിയേറ്ററിൽ 7 ദിവസം, ഏറ്റവും കുറഞ്ഞത് 7 ദിവസമെങ്കിലും പ്രദർശിപ്പിച്ചിട്ടുണ്ടാകണം. ഈ സിനിമയിലുള്ള സംഭാഷണങ്ങൾ പകുതിയിൽ കൂടുതൽ മറ്റു ഭാഷ, അതായത് ഇംഗ്ലീഷ് അല്ലാത്ത ഭാഷയിൽ ആയിരിക്കണം. ഈ പ്രാവശ്യത്തെ ഔദ്യോഗിക എൻട്രി ഹോം ബോണ്ട് എന്നുള്ള സിനിമയ്ക്കല്ലേ? അപ്പൊ പിന്നെ ഈ നമ്മുടെ കാന്താര എങ്ങനെ ഓസ്കാർ ലിസ്റ്റിൽ വന്നു? അവിടെയാണ് മിനി ജനറൽ എൻട്രി എന്ന് പറയുന്ന ഒരു കാറ്റഗറി വരുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. ക്വാളിറ്റിയുള്ള ഒരു സിനിമയും കൃത്യമായ പ്രമോഷനും ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സിനിമയ്ക്കും ലോക സിനിമയുടെ ഈ അവാർഡ് വേദിയിലെത്തുവാൻ സാധിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് ഓസ്കാറിലേക്കുള്ള ആദ്യത്തെ കടമ്പ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക.